ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇത് സിറ്റി മാർക്കറ്റാണ്, ബാംഗ്ലൂർ സിറ്റി മാർക്കറ്റായത്. വലിയ മാർക്കറ്റാണ്, പക്ഷേ നിങ്ങളൊന്നും ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇത് ചെറിയൊരു പർച്ചേസിങ് ഉണ്ടായിരുന്നു. എനിക്ക് നാട്ടിൽ ചെറിയൊരു കടയുണ്ട്. കടയിലേക്ക് എല്ലാ പ്രാവശ്യവും ഓണം വിഷുവിനും ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഡ്രസ്സ് എടുത്ത് അയച്ചതിന് ശേഷമാണ് നാട്ടിൽ പോവുക. ഒരാഴ്ച മുന്നേ ഞാൻ നാട്ടിലേക്ക് പോവും. അങ്ങനെ വീട്ടിൽ പിന്നെ തിരിച്ച് വന്നിട്ട് വീടിൻ്റെ കോലാത് അന്നത് വീടെല്ലാം ഫുള്ള് ക്ലീൻ ചെയ്ത് ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ വന്നതിനേനു. എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ വൈകുന്നേരം കടയിൽ വന്നത്. കടയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ തിരക്കാണ്. എൻ്റെ കടയാണ്, ചെറിയൊരു കടയാണ്. രാവിലെ 7:30 പോയാൽ പിന്നെ രാത്രി തിരിച്ച് വീട്ടിൽ വരും. കുട്ടികളെല്ലാം അന്ന് 13-ാം തീയതി വന്ന ഹസ്ബൻഡും കുട്ടികളെല്ലാം അവർ കുറച്ച് പൊട്ടാസെല്ലാം വാങ്ങിയതിനാണ്. അങ്ങനെ ഇത് സത്യേട്ടൻ്റെ പെങ്ങളും മക്കളൊക്കെ വന്നതിനാണ്. അവർ കുറച്ച് രാത്രി അതിന് വരുമ്പോൾ എല്ലാവരും കുറച്ച് ഇതെല്ലാം പൊട്ടിച്ച് കുറച്ച് ടൈമായി. എല്ലാവരും പോകാൻ അവർ വീട്ടിലും ഭയങ്കര ആഘോഷം. അവർ 2 മക്കളെ കല്യാണം കഴിഞ്ഞിട്ട് അവരെല്ലാം വരുന്നതുകൊണ്ട് അവർക്ക് തിരക്കാണ്. പിന്നെ സത്യമായിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്ന് അങ്ങനെ ഞാൻ വീട്ടിൽ കുറേ പണിയുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കുറേ ഒരുക്കി. വീട്ടിലില്ലാത്തതുകൊണ്ട് ഒന്നും നടക്കലില്ല, വീട് ക്ലീൻ ചെയ്യലൊന്നും നടക്കലില്ല. രാവിലെ പോയി ആട്ട് വരുന്നതുകൊണ്ട് ഒന്നും നടക്കില്ല. കണിയെല്ലാം ഒരുക്കി, കണിയെല്ലാം കഴിഞ്ഞ് പിന്നെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാത്ത പരിപാടികളെല്ലാം എന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ബാക്കിയെല്ലാം ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. എല്ലാം കുറേ റെഡിയാക്കി. പിന്നെ ഹസ്ബൻഡ് കുറേ കട്ട് ചെയ്യാനും ഫുള്ള് ഓറ് തന്നെയാണ് ഹെൽപ്പ് ചെയ്തത്. ഇതെല്ലാം ഫ്രൂട്ട്സെല്ലാം ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ ആങ്ങളേൻ്റെ ഭാര്യ ഒരു 9:30 ആകുമ്പോഴത്തേക്ക് എത്തിന്. അപ്പോഴത്തേക്ക് ഏകദേശം പണിയുടെ കഴിഞ്ഞിന്. എല്ലാം കഴിഞ്ഞ് ഫുഡ് ഉണ്ടാക്കേണ്ട ഒന്നും എടുക്കാൻ പറ്റിയില്ല. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അതാണ് ഞാൻ ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ്, ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. തിരക്കാണ്. പിന്നെ ചെറിയൊരു സദ്യ അത്രയേ ഉള്ളൂ, വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഞങ്ങളൊരു ചെറിയൊരു സന്തോഷം. മോളെ ആദ്യത്തെ വിഷു ആയത്, ഈ ഒരു സന്തോഷം.